എന്താ കഴിക്കണ്ടേ? എന്ത് വേണേലും കഴിക്കാം. എന്നാൽ നമുക്കേ ഒരു ഡിഷ് വിളിക്കാൻ കൊണ്ട സമയം ഒറ്റ മിനിറ്റേ ഞാനും സംസാരിച്ചിട്ട് പോരാ. എടി ഞാൻ കണ്ടുപിടിക്കണം വിചാരിച്ചോ? അഭിഷേക് പ്ലീസ് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യല്ലേ. എടി ഞാൻ ഒരു പൊട്ടനാന്ന് വിചാരിച്ചു നീ എനിക്കിട്ട് ഉണ്ടാക്കാന്ന് കരുതിയോ? ഇവിടുന്ന് എങ്ങാനും മുങ്ങാനാ നീ വിചാരിക്കണമെങ്കിൽ നിനക്ക് തെറ്റി മോളെ നിന്നെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നിന്നെ വിട്ടു. എനിക്ക് നിന്നെ കാണണം തന്നെ ഇല്ല. പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. ദേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒന്ന് പോയേ, അല്ലെങ്കിൽ ഞാൻ ദേ അവനോട് പറഞ്ഞു കൊടുക്കും. എടാ എന്ത് ഭംഗിയറിയ അവളെ കാണാൻ. ഞാൻ അവളങ്ങ് പ്രേമിച്ചാലോ എന്ന് ആലോചിക്കുക. അയ്യോടെ ഞാൻ പേടിച്ച്. അവനാരും നിന്റെ തന്തയോ അതോ നിന്റെ കാമുകനോ? ആ കാമുകനാ. ഇന്തി എടി ഇന്നലെ രാവിലെ അല്ലേ നമ്മൾ ബ്രേക്കപ്പ് ആയത്. അതിനിടയ്ക്ക് നിനക്ക് വേറൊരു കാമുകനെ കിട്ടിയോ? നീ ആര് ഭൂലോക രമ്പയോ അതോ? ആ ഒറ്റ ദിവസം ഞാൻ അവനെ കാമുകനാക്കി. അപ്പൊ ഞാൻ ആരടി? അപ്പൊ നമ്മൾ പ്രേമിച്ചതോ? അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയേ. ഹോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇതിന്റെ തനി സ്വരൂപം മനസ്സിലായത്. എടി ഷേ അതൊക്കെ പറയും. നീ ഒന്ന് ബഹളം വെക്കാതെ. ആൾക്കാരെ കേട്ടെ എനിക്കൊരു കുഴപ്പമില്ല. നീ നാട്ടിലെ ചെന്നോട് എന്തൊക്കെയാ പറഞ്ഞേ? എന്നിട്ട് പുതിയൊരാളെ കിട്ടിയപ്പോൾ നീ അവന്റെ കൂടെ പോവല്ലേ? എടാ പൊട്ട നിനക്ക് ഇവിടെ എത്ര നാളായിട്ട് അറിയാം? എടാ പൊട്ട നിന്നോട് ഇവിടെ എത്ര നാളായിട്ട് അറിയാന്ന്? എന്റെ പൊന്ന് അഭിഷേകം ഒന്ന് മിണ്ടാതിരി. ഞാൻ നിന്റെ അടുത്തെല്ലാം പറഞ്ഞതല്ലേ. യു ജസ്റ്റ് ലീവ് നൗ. അങ്ങനെ പോവാന്ന് പറ്റില്ല. പിന്നെ ആദി വാ നമുക്ക് പോവാം. എടി ഇതോടൊന്നും തീർന്നു വിചാരിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ കാണും. നീ പോണോ എനിക്കൊന്ന് കാണണം. ആരാണവൻ? സോറി, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പ്രശ്നം നടക്കുമെന്ന്. അതാ കൂടുതലൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ പുറത്തുണ്ടാവേ. ഐ നീഡ് സം ഫ്രഷ് എയർ. എന്തായാലും അടി ഉറപ്പായി. ആ നല്ല ബെസ്റ്റ് ടൈം. ഹലോ കൂട്ടുകാരാ. അളിയാ നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. എടാ പക്ഷെ ഞാൻ എന്താ അവളോട് ചെന്ന് ചോദിക്കുക? എടാ അതിപ്പോ നിന്നെ ഉമ്മ വെച്ചെന്തിനാന്ന് ചോദിക്കടാ. എടാ ഞാനതൊക്കെ ഒരു ബോണസായിട്ട് കാണുന്നുള്ളൂ. എടാ ഇപ്പം അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, എൻ്റെ തൊട്ടടുത്ത് കാണുന്നുണ്ട്. അളിയാ നീ ഒരാളെ കൊന്നിട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. എടാ പക്ഷെ ഈ പെണ്ണ് കേസ് അത് വേണ്ടടാ, അത് പ്രശ്നമാണ്. ഞാനിപ്പോൾ എന്ത് വേണമെന്നാ? എടാ നീ അവളോട് പ്രശ്നം എന്താന്ന് ചോദിക്കടാ. നീ അഥവാ അവളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ നാട്ടിലേക്ക് പോരടാ. ടിക്കറ്റ് എടുക്കും നാളെ തന്നെ. ഒന്നുകൂടെ ചോദിക്കാല്ലേ? എടാ ധൈര്യമായിട്ട് ചോദിക്കടാ, പ്രശ്നമൊന്നുമില്ല. നല്ല കാറ്റുണ്ടല്ലേ? ആ കുഴപ്പമില്ല. കേരളത്തിലൊക്കെ 32 ഡിഗ്രി എന്നാ കേട്ടെ. ഇനി മഴ ഉള്ളതുകൊണ്ടാണോ? ആദ്യം എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് നമുക്ക് ഓരോന്ന് അടിച്ചാലോ? ഇപ്പോഴോ? ഇവിടെയോ? ഇവിടെ വേണ്ട, ഈ ഒരു ആംബിയൻസ് സുഖമില്ല. നമുക്ക് നാളെ ബീച്ചിൽ പോയാലോ? യാ ഓക്കെ. ഓക്കെ.
ഇയാൾക്ക് ഇയാളുടെ കാര്യം പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനേ അത്ര വലിയ ശുദ്ധാത്മാവൊന്നുമല്ല. എന്നിരുത്തി ഞാനാരും ചതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു സാധാരണക്കാരൻ, ഒരു പാവം. നോ പറയാൻ അറിയാത്തോണ്ട് ഒരുപാട് വള്ളികൾ ഞാൻ ഈ തലയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നീ അങ്ങനെ ആവുമെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി. ഇഷ്ടപ്പെടാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഓ അപ്പോ എന്തുകൊണ്ടായിരുന്നു ഞാനെന്താ പറഞ്ഞേ? ഇഷ്ടം തോന്നിയെന്ന്. ഞാനേ പെട്ടെന്നൊന്ന് കട്ടായിപ്പോയി. ആ, ഇഷ്ടം തോന്നി. അപ്പോൾ തൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു 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 ക്യൂരിയോസിറ്റി. ഇടവിട്ട് രക്ഷിക്കാൻ ഞാൻ സൂപ്പർ ഹീറോ ഒന്നുമല്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ. ദാറ്റ്സ് ഓൾ. ഐ ലവ് യു. എന്തുകൊണ്ടടിച്ചോ? ഞാൻ എന്താ പറഞ്ഞേ? ഐ ലവ് യു. ഓക്കെ, താങ്ക് യു ബാപ്പു. ആദി, ഞാൻ ആദിക്കൊരു ബുദ്ധിമുട്ടാണ്ടെന്ന് വിചാരിച്ച ഒന്നും പറയാത്ത. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അത് അഭിഷേക്. ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്നു. ഓൺലൈൻ വഴിയാ കണ്ടതും പരിചയപ്പെട്ടതെല്ലാം. അവൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഫോണിൽ കൂടെ ഒരുപാട് സംസാരിക്കും. അങ്ങനെ ഇഷ്ടത്തിലായത്. പക്ഷെ വീട്ടിലൊരു കല്യാണാലോചന വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവനാ പറഞ്ഞത് ഇങ്ങോട്ട് കയറി വരാൻ. സോ ഞാനിങ്ങ് വന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അവൻ്റെ റിയൽ ക്യാരക്ടർ മനസ്സിലായത്. എന്താ പറയുക, ഒരു ടോക്സിക് നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ, കൂട്ടത്തിൽ കാമപ്രാന്തും. അതാ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പാസ്പോർട്ടും റിട്ടേൺ ടിക്കറ്റൊക്കെ അവൻ്റെ കയ്യിലാണ്. ബെസ്റ്റ് ബെസ്റ്റ്, ഗുഡ് സെലക്ഷൻ. നമുക്കേ റൂമിലോട്ട് പോയാലോ? ചിലപ്പോൾ ഞാനിവിടുന്ന് കട്ടായിപ്പോ. പോവാം. എൻ്റെ ബാഗിലുണ്ടായേ ചെരുപ്പിട്. ഓക്കെ ആണോ? എന്ത് തന്നെയാണ് പഠിച്ചത്? തലയ്ക്ക് ശരിയാവില്ലല്ലോ. ചേട്ടാ, എന്നാലും അത് ഇവിടെ വെച്ചപ്പോ എണീറ്റാ. ഐ എം ലിവിങ്. എന്നാലും അതെവിടെ പോയി? എന്താ നോക്കുന്നേ? അത് ഞാൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നു. ഇല്ല, കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ബ്ലാക്ക് ഔട്ടായിപ്പോയി. തനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? തൻ്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിക്കൊന്നുമില്ല. പക്ഷെ എല്ലാം ശരിയാവട്ടെ. ബാത്റൂം പോയോ?
ശ്ശെ. ഹായ്. ഒരു സാധനം കാണല്ലേ അത് ആലോചിക്കായിരുന്നു. ദൈവമേ ഈ തെണ്ടിയോ. നീ വരുന്നുണ്ടോ? എടാ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താ ഇവിടെ എൻ്റെ ഒപ്പം പറയാൻ നിനക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്? എനിക്കെന്ത് പ്രശ്നം ബ്രോ? നിങ്ങളുടെ കാര്യമല്ലേ, അതിൽ ഞാനെന്ത് പറയാനാ? ഞാൻ പോവാണ്. എന്നാ പൊക്കോ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സാധനം കുഴപ്പമൊന്നുമില്ല, പോ. ബാഗ് എടുക്കാൻ മറന്നുപോയി. ഇപ്രാന്തനൊക്കെ ആരെ ഇറക്കി വിടുന്നു. ഇനി അങ്ങനെ രക്ഷപ്പെടുന്നു. എനിക്കൊന്ന് കാണണം. അമ്മേ ഇടി നിന്നെ ശരിക്ക് തരാടി. ആദി, എനിക്കറിയായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. ഐ ലവ് യു ആദി, ഐ റിയലി ലവ് യു. ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഓ ദേ എൻ്റെ ഫോണ്. ഔ പക്ഷേ പിന്നെ എന്തിനു വിളിച്ചത് ഇതിൻ്റെ ഇടയിൽ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്റെ പാസ്പോർട്ട് മനസ്സിലായി.